ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള CDOT, അതായത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലും പിന്നെ ന്യൂഡൽഹിയിലൊക്കെ ആയിട്ടാണ് വേക്കൻസി കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. ഏകദേശം 4-5 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ നിങ്ങളുടെ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സയൻറ്റിസ്റ്റിൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ വേക്കൻസികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സീനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറി വരെയുണ്ട്. അപ്പോൾ ഏകദേശം 4-5 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സീക്ക് ചെയ്തോ സ്കിപ്പ് ചെയ്തോ കാണുന്നവരെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്നും മിസ്സായിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കയറി വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ നമ്മൾ ഏകദേശം 1,100,000 എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതിൻ്റെ എക്സാം സ്കീം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് ബുക്കുകളൊക്കെ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. നിങ്ങൾക്കൂടെ കാണാൻ ടെക്നീഷ്യൻ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കട്ടോ. അപ്പോൾ ഇവിടെ കാണാം അഡ്വർടൈസ്മെന്റ് നമ്പർ. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 26/3 മാർച്ച് 26 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അന്ന് വന്ന സമയത്ത് കണ്ടിരുന്നു, അങ്ങനെ പെൻഡിങ് വെച്ചതായിരുന്നു. പിന്നെ എന്തോ കാരണത്തിൽ അത് വിട്ടുപോയി. അപ്പോൾ ഇന്നലെ നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, CDOTൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഓർത്തെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം, അങ്ങനെ കമൻറ്റ് ഇട്ട് അത് ഓർമ്മിപ്പിച്ചതിന് കേട്ടോ. ജസ്റ്റ് എന്തായാലും താങ്ക്സ്. അപ്പം നിങ്ങൾ, കാരണം നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകായിരുന്നു. ഞാനത് അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കണ്ടിരുന്നു, പിന്നീട് അത് പെൻഡിങ് വെച്ചായിരുന്നു. എന്തോ കാരണത്താൽ അന്ന് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് അങ്ങനെ ഡിലേ പോയതാണ്. അതാണ് 26, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാറുണ്ട്. 26/3/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് മെയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ടൈം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പേ ലെവൽ 4 ആണ്. നിങ്ങൾക്ക് കാണാം 25,500 മുതൽ 81,100 അത്യാവശ്യം നല്ല രീതിയിൽ എന്താണുള്ള പേ സ്കെയിൽ തന്നെയാണ്. നല്ല സാലറി ഉണ്ടാവും. പിന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം 29 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അത് ഡൽഹിയിലും ബാംഗ്ലൂരിലായിരിക്കും അതിൻ്റെ വേക്കൻസി വരുന്നത്. പിന്നെ ഇവിടെ ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും നിങ്ങളെ എന്ത് ചെയ്യാൻ, പ്ലേസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമയാണ്. 60% മാർക്കോട് കൂടിയുള്ള ഡിപ്ലോമ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BE or BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതിലേക്ക് അപേക്ഷ നൽകാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിൻ ആണ് വ്യക്തമായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്, ഒന്നെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതായത് പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, ഈ പറഞ്ഞിരിക്കുന്ന അത് ഡിസിപ്ലിനിൽ BE or BTech കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് May 5 ആണ്. May 5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. May 5 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ May 5 കണക്കാക്കി നിങ്ങൾക്ക് 25 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക്, അതായത് നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെയും, PWD അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സാധാരണ ഗവൺമെൻറ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഈ March 23 മുതൽ നിങ്ങൾക്ക് May 5 വരെയാണ് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് May 5 ആണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ടാണ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ചിലപ്പം സ്കിൽ ടെസ്റ്റ് ഉണ്ടാകാം. അത് ഡിപ്പെൻസ് ഓൺ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ള പോസ്റ്റിലേക്ക് സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി റിട്ടൺ ടെസ്റ്റിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 100 മാർക്കിനാണ് അതിൻ്റെ സ്കീം വരുന്നത്. 100 മാർക്കിന് ക്വസ്റ്റ്യൻ, 90 മിനിറ്റ് ആയിരിക്കും ഡ്യൂറേഷൻ വരിക. ഓക്കെ. അതിൻ്റെ സിലബസ് ഞാൻ കാണിക്കാം. പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. പിന്നെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം സ്കിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഒക്കെ നിങ്ങളെ മെയിൽ വഴിയാണ് അറിയിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇമെയിൽ ID ചെക്ക് ചെയ്യണം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിട്ടൺ എക്സാമിനേഷൻ സെൻറ്ററൊക്കെ നമ്മൾ ആ ഒരു പ്രിഫറൻസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഡൽഹി, ബാംഗ്ലൂർ, ഭോപ്പാൽ, അതുപോലെ മുംബൈ, കൊൽക്കത്തയ്ക്കാണ് നിലവിലെ സെൻറ്റർ. അത് മേ ബി എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരാമെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ആ ഒരു പ്രിൻ്റ് നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തതിൻ്റെ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇതിൽ നമുക്ക് ഇനീഷ്യലി നമ്മൾ 5 വർഷത്തേക്കാണ്, ഇത് പെർമനൻറ്റ് പോലെ തന്നെയാണ് ഇത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിലും ഒരു കോൺട്രാക്ട് ബേസ് ആണത്. ശരിക്കും ഒരു 5 വർഷത്തേക്കാണ് നമ്മൾ നിയമിക്കുന്നത്. ആ 5 വർഷത്തിൽ 1 വർഷം നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം പ്രൊബേഷൻ കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന 5 വർഷത്തേക്ക് നിയമിക്കും. ഈ 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, വീണ്ടും 5 വർഷത്തേക്ക് നിയമിക്കും, വീണ്ടും 5 വർഷത്തേക്ക്. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ ഒരു സൈക്കിളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 5 വർഷം വെച്ചിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എന്താണ് അപ്പോയിൻമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ് ടു നിങ്ങൾക്ക് 60 ഇയേഴ്സ് വരെ, അതിൻ്റെ ഒരു ഏജ് കണക്കാക്കുന്നത് 60 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ തുടരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാലും പറ്റില്ല, നിങ്ങളുടെ പെർഫോമൻസ് അവിടെ എന്ത് ചെയ്യും, അവർ നോക്കും. അതിനനുസരിച്ചിട്ടാണ് വീണ്ടും 5 വർഷം തക്കുക. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇനി ടെക്നീഷ്യൻ്റെ ആ ഒരു സ്കീം ഓഫ് എക്സാമിനേഷനും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ മെക്കാനിക്കൽ ആണെങ്കിൽ 2 പാർട്ട് ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ കവർ ചെയ്യുന്ന ടോപ്പിക് കവർ ചെയ്യുന്ന ഇതാണ്. അതുപോലെ അതിൽ പാർട്ട് 2 എല്ലാത്തിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഈ പറയുന്ന ജനറൽ നോളജ്, ലോജിക്കൽ റീസണിങ്, കറണ്ട് അഫയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന ബുക്കുകൾ അത് നിങ്ങൾക്ക് ഓരോ ഡിസിപ്ലിൻ വൈസ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സിൻ്റെ ഇവിടെ ഉണ്ട്, പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് IT ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് എന്താണ് ബെസ്റ്റ് ബുക്കുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയുടെ അവസാനം. അത് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അത് നമ്മുടെ ചാനൽ, നമ്മുടെ വെബ്സൈറ്റിലാണുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കാര്യങ്ങൾ കാണിക്കാം, വീഡിയോയുടെ അവസാനം കാണിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവസാനം പറയാം കേട്ടോ. അവസാനം എന്തായാലും പറയും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നത് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ വേക്കൻസികളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. ഇത് കാണാം, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്പറാണ് പോസ്റ്റ് ജോബ് റോൾ വരുന്നത്. 2 വേക്കൻസിയാണ്. ന്യൂഡൽഹിയിലായിരിക്കും വേക്കൻസി ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് BTech, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്കോട് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞാൽ. പേ ലെവൽ 10 അല്ലെങ്കിൽ 11, 12 ഇതായിരിക്കും. ഇനി ഇവിടെ 0 to 4 ഇയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യുന്നത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾക്ക് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ നിങ്ങളെ സ്കിൽ ടെസ്റ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കിൽ ടെസ്റ്റ്, ഈ പറയുന്ന സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആ ഒരു എന്താണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം അവർ ഈ പറയുന്ന ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നല്ല രീതിയിൽ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. മിനിമം 0 ആണ് ഫ്രഷേഴ്സിന്, അപ് ടു 4 ഇയേഴ്സ് ആണ്. എൻ്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പം ഫ്രഷർ ടു എക്സ്പീരിയൻസ് ഏത് കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ് 2 വേക്കൻസി ന്യൂഡൽഹിയാണ്. ഇതിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ അല്ലെങ്കിൽ IT-യിൽ 60% മാർക്ക് BTech പാസ്സായിരിക്കാം. 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇത് നിങ്ങൾക്ക് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡാറ്റാബേസ് എക്സ്പെർട്ടാണ് 1 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് BTech പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് IT 60% മാർക്കോടുകൂടി അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. മാക്സിമം അപ് ടു 3 ഇയർ ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നോക്കുക നിങ്ങൾ. അടുത്തത് നമുക്ക് AI അല്ലെങ്കിൽ ML ഡെവലപ്പറാണ്. 3 വേക്കൻസി ഉണ്ട്, ഡൽഹിയിലാണ്. ഇതിലേക്ക് എനിക്ക് ME അല്ലെങ്കിൽ MTech, അതല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് IT-യിൽ 60% മാർക്കോട് പാസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 2 to 3 വർഷമാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾക്ക് വരുന്നത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. 1 വേക്കൻസിന് ഡൽഹിയാണ്. ഇതിലേക്ക് ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT 60% മാർക്ക് കൂടി 35 ഏജ് ലിമിറ്റ്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 1 to 2 ഇയർ ആണ് പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് പോസ്റ്റ് വരുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വാലിഡേഷൻ എഞ്ചിനീയർ ആണ്. 1 വേക്കൻസി ന്യൂഡൽഹിയാണ്. ഇതിലേക്ക് BTech നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ EC അല്ലെങ്കിൽ IT ആണ് പറയുന്നത്. ഓക്കെ, 35 ഏജ് ലിമിറ്റ്. മിനിമം 2 വർഷം എക്സ്പീരിയൻസ് വേണം കേട്ടോ. 2 to 5 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് പറയുന്നതിൽ. ഓക്കെ, അടുത്തത് അപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ 1 വേക്കൻസിയാണ്. BTech CSC അല്ലെങ്കിൽ EC അല്ലെങ്കിൽ IT ആണ്. BTech 60% മാർക്ക് 35 ഏജ് ലിമിറ്റ് വരുന്നത്. മിനിമം 2 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം.
അടുത്തത് നിങ്ങൾക്ക് ക്ലൗഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി പ്രൊഫഷണലാണ് ന്യൂഡൽഹിയിൽ 2 വേക്കൻസി. ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് MCA നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ബി ഓർ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ തുല്യമായിരിക്കണം കേട്ടോ. 60% മാർക്ക്, അതല്ലെങ്കിൽ MCA വെച്ചിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും 2 to 5 years എക്സ്പീരിയൻസ് മിനിമം വേണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജി ഒരു വേക്കൻസി ന്യൂഡൽഹി ബി ഓർ ബി ടെക് അല്ലെങ്കിൽ MCA ആണ്. അത് ഈ പറയുന്ന ബി ഓർ ബി ടെക് നിങ്ങൾക്ക് ECE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ CSE ആയിരിക്കണം, 60%. ഇനി അതെങ്കിൽ MCA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 35 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതിൽ തന്നെ 2 വർഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്പൺ സ്റ്റാക്ക് അതുപോലെ അങ്ങനെയുള്ള ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. അതൊക്കെ നോക്കുക നിങ്ങൾ ഏതൊക്കെ മേഖലകളാണെന്നുള്ളത്. അടുത്ത ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജി സപ്പോർട്ടറാണ് ഒരു വേക്കൻസി ന്യൂഡൽഹി ബി ഓർ ബി ടെക് അല്ലെങ്കിൽ MCA ആണ്. ബി ഓർ ബി ടെക് നിങ്ങൾ ECE അല്ലെങ്കിൽ IT CSE 60% മാർക്കോടും 35 ഏജ് ലിമിറ്റ്. ഇതിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ തന്നെ 1 വർഷം നിങ്ങൾക്ക് ഓപ്പൺ സ്റ്റാക്കുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് ക്ലൗഡ് ടെക്നോളജി എക്സ്പേർട്ടാണ് ഒരു വേക്കൻസി ഡൽഹി ബി ഓർ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ IT 60% മാർക്ക്. മിനിമം 50 years ആണ് കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നതിൻ്റെ. മിനിമം നമുക്കൊരു 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. അപ്പോൾ ഇതും 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ മറ്റ് കാര്യങ്ങളൊക്കെ ജനറൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ടെക്നീഷ്യനുള്ള ബാധകമാണ്. ഇതിലേക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കും കേട്ടോ. സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ടാവില്ല, ഇൻ്റർവ്യൂ മാത്രമാണ്. അത് 2 സ്റ്റേജസ് ആയിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഓക്കെ. ദെൻ അടുത്ത് വരുന്നത് നമ്മുടെ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ എന്ന 3ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ ഇതിലേക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് വേണം. ബി ഓർ ബി ടെക് CSE അല്ലെങ്കിൽ ECE മതി. പക്ഷേ നിങ്ങൾക്ക് ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോട് MBA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സോറി, ഇതിൽ MBA മസ്റ്റ് ആണ് കേട്ടോ. സോറി, ഓക്കെ, MBA മസ്റ്റ് ആണ് ഇതിൽ. ഇതാ ബി ഓർ ബി ടെക് നിങ്ങൾ CSE അല്ലെങ്കിൽ ECE ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിനിലായിരിക്കണം. വിത്ത് ഫുൾ ടൈം MBA ഉണ്ടായിരിക്കണം. ഈ പറയുന്ന മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോട് MBA നിർബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ CTC ഒക്കെ ഉണ്ടോ നിങ്ങൾ 60 lakh per annum ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് 5 lakh per month ഒക്കെ നിങ്ങൾക്ക് എന്താണ് സാലറി പ്രതീക്ഷിക്കാവുന്ന. പക്ഷേ 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ തരാം, നിങ്ങൾ നോക്കട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ 3 എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം മാർക്കറ്റിംഗ് ഓഫീസറാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതാ CTC ആണ് 80 lakh ആണ്. അപ്പോൾ നിങ്ങൾക്ക് 7 lakh നിങ്ങൾക്ക് എന്താണ് മന്ത്ലി സാലറി കിട്ടുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി MBA മാർക്കറ്റിംഗ് വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന ബി ഓർ ബി ടെക് CSE അല്ലെങ്കിൽ ECE ആയിരിക്കണം. വിത്ത് 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഏജ് ലിമിറ്റ് ഒക്കെ 50 ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ലാസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം സീനിയർ എക്സിക്യൂട്ടീവ് ഓർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി പേ ലെവലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതുപോലെ ഡൽഹിയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ മതി, പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 35 ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ട്. OBC SC ഒക്കെ ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഇതിലേക്ക് ഏജ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഈ സീനിയർ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാത്തിലും 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദം മതിയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇനിയാണ് നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക, എങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ GOC എജിലാൻഡിൻ്റെ ഹോം പേജിൽ വരും. നമ്മുടെ വെബ്സൈറ്റ് ആണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണുന്നെങ്കിൽ ലേറ്റസ്റ്റ് ജോബ്സ് C.dot നോക്കാം നിങ്ങൾ. ഇനി ഇവിടെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഇതാ ഇവിടെ സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാറിൽ നിങ്ങൾ C.dot ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ C- ഇട്ടിട്ട് നിങ്ങൾ എന്താണ് ഡോട്ട് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ കണ്ടിട്ടില്ലെങ്കിൽ അതായത് നമ്മൾ കൂടുതൽ എന്താണ് പോസ്റ്റുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് പോയി ഇവിടുന്ന് ഡിസേപ്പർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് അടിച്ച് ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പേജ് ലോഡായി വരുന്നുണ്ട്, അതിനുള്ള ടൈം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി. ഇവിടെ നെക്സ്റ്റ് പേജ് അടിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. C.dot റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റ് വൈസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏത് പോസ്റ്റ്, ചീഫ് പ്രൊഡക്റ്റ് ഓഫീസറാണോ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറാണോ ഏതാ വേണ്ടി വെച്ചാൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നത്. ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വരും.
ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും എന്ത് ചെയ്യണം, ഓരോന്നിനും ഓരോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി എക്സാം ബുക്ക് സി ഡോട്ട് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ബുക്കാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. മറ്റുള്ള എക്സാമിന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഈ ഇതിൽ ലിങ്ക് ചെയ്താൽ ടെക്നീഷ്യൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആമസോണിൻ്റെ പേജിലാണ്. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ജനറൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ വേറെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ പോസ്റ്റിനും വേണം. അതുപോലെ തന്നെ അതായത് ടെക്നീഷ്യൻ്റെ എല്ലാവർക്കും വേണം. പിന്നെ മറ്റേത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ വൈസ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഡിസിപ്ലിൻ അതാ നോക്കിയിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 days അല്ലെങ്കിൽ 6 days 7 days ഒക്കെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മടക്കി റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ റിവ്യൂസ് ഒക്കെ അതിൽ നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ടീം ഡാറ്റൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഇപ്പോൾ ടെക്നീഷ്യനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അത് ഓപ്പൺ ആയി കാണിക്കാം. ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ലോഡിങ് ടൈം ഉണ്ടാവും. വെയിറ്റ് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരിക. ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. കംപ്ലീറ്റ് ലോഡ് ആയിട്ടില്ല കേട്ടോ. ഓക്കെ. ഈ ഒരു പേജിലേക്കാണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡ് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ രജിസ്റ്റർ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് രജിസ്റ്ററിലാണ് നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മെയിൽ ഐ ഡി കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് അത് ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ചത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1-2 പേരൊക്കെ വാച്ച് ചെയ്യും എന്നുണ്ടെങ്കിലാണ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് യൂസ്ഫുൾ ആണോ? അത് കാരണം ഓൺലൈൻ ഫോം ഫില്ലിംഗ് ആകുമ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടൈം ഫില്ല് ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ടാണ് ഒരുപാട് സമയം നമ്മളത് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമായിട്ട് ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഓക്കെ. നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ കണ്ട് അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ അങ്ങനെയുള്ള, എന്നാൽ പിന്നെ അത് ആവശ്യക്കാർക്ക് മാത്രമേ യൂസ് ആകും. അതുകൊണ്ട് എനിക്കും എന്താണ് ഞാൻ എൻഗേജ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് എനിക്കും അത് വർത്തായിട്ട് തോന്നും. മറ്റേത് നമ്മളെന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ വ്യൂസാണ് വരെ, ഒരുപാട് എഫേർട്ട് ഇടണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി കൂടുതൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഓപ്പൺ ആയിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇതിനനുസരിച്ച്, അതെങ്ങനെയാണ് ഓൺലൈൻ ഫോം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.